ശ്രീ റഷീദാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഉടൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങിയൊരു യുദ്ധമാണ്. തുടങ്ങാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഇപ്പോൾ എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുമെന്നറിയാതെ നിൽക്കുകയാണോ നെതന്യാഹുവും ട്രംപും? അതെ അതെ, ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ ധീരവാദങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് തലയൂരാൻ പല ഗിമ്മിക്കുകളും ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സഖ്യ കക്ഷികൾ പോലും അവരെ തള്ളിപ്പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇറാനോടാണ് കളിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറാനോടാണ് കളിക്കുന്നത്. ഇറാനോട് കളിച്ചാൽ കളി മാറും. അത് കളി പോലെ ആയിട്ടില്ലെങ്കിൽ എന്ന് എന്തൊക്കെ ഭൂരവാദങ്ങളായിരുന്നു. ആ ഭീരവാദങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ. ഇപ്പൊ എന്തിനേറെ പറയുന്നു, പശ്ചിമേഷ്യയില് നമ്മുടെ ഗൾഫ് മേഖല മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വയ്യാവേലിയെ എങ്ങനെ പുറത്ത് കളയും എന്ന രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി. തങ്ങളെ രക്ഷകരായി വരും എന്ന് കരുതിയ അമേരിക്ക ഇന്ന് അവർക്ക് രക്ഷകരായിട്ടല്ല, അവരെ രക്ഷിക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ആ രീതിയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അമേരിക്കക്ക് വരുത്തി വെച്ചിട്ടുള്ള ക്ഷീണം ചെറുതൊന്നുമല്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ജയിക്കുന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ജയിക്കുന്നോ ഇറാൻ ജയിക്കുന്നോ എന്ന വിഷയം, നമ്മുടെ ആളുകൾ പശ്ചിമേഷ്യയിൽ വളരെ സംഘർഷത്തിലും പ്രയാസത്തിലുമാണ്. ആ പ്രയാസങ്ങളെ എങ്ങനെയെങ്കിലും നീങ്ങിക്കിട്ടി ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ രീതിയിലാണ് നമ്മളൊക്കെ ചിന്ത. നമ്മൾ ഇതിന് പകയോ വെറുപ്പോ വിദ്വേഷമോ ഇല്ല. ഈ പ്രദീപ് പറഞ്ഞ പോലെ ഒന്നുമില്ല, കള്ളത്തരങ്ങൾ, നമ്മൾ നേർക്കാഴ്ചകളാണ് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേർക്കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന്റെ അവസ്ഥ എന്താണ്? ട്രംപ് ഇപ്പൊ മാനം കെട്ട് നാണം കെട്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്? എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ മുഖം പോലും കാണുന്നത് നമുക്ക് ഏത് രീതിയിലാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു വലിയ രാജ്യത്തിന്റെ ഒരു രാഷ്ട്ര നേതാവാണ്. ആ നേതാവിനെ ആ രീതിയിലൊന്നും പറയാൻ കഴിയും. മുൻകാലങ്ങളിലൊന്നും അമേരിക്കൻ ഒരു പ്രസിഡന്റുമാര് നമുക്കറിയാലോ, പിന്നെ നെഹ്റുവിന്റെയും പിന്നെ അതേപോലെ ജവാൻ അബ്ദുൽ നാസറിന്റെയും നിക്സന്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയിട്ടില്ല. നമ്മൾ അതൊക്കെ കണ്ടവരും കേട്ടവരല്ലേ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ അധപ്പതനമാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? വ്യക്തമാണ്. നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കളെ ചൊല്ലിയായിരുന്നു പലരുടെയും പോര്. താങ്കളുടെ അഭിപ്രായങ്ങളെയൊക്കെ ചൊല്ലിയായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ. എന്തായാലും താങ്കളുടെ അഭിപ്രായങ്ങൾ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യം തന്നെ. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ ട്രംപ് ഇപ്പോഴും ഇങ്ങനെ ഓഫറൊക്കെ വെച്ച് വീരവാദം മുഴക്കി നിൽക്കുന്നത്? നമസ്കാരം. ഇന്ന് ട്രംപിന്റെ പേര് പറഞ്ഞ കൂടുതൽ മണിമലയുടെ പേരാ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലില്ലാഞ്ഞോണ്ട് ടിവിയുടെ മുമ്പിൽ നിന്ന് കാണാൻ പറ്റില്ല. കാരണം ഞാൻ മൊബൈൽ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് കാണാനും പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പറയാനുള്ളത്, അവരിങ്ങനെ പറയുന്നവർ അവർ പറയുന്ന കാര്യം, പിണറായി വിജയൻ അവിടെ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി, തോമസ് ഐസക്കിന്റെ ഫാമിലി അവിടെ അമേരിക്കയിലുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള ആരോപണങ്ങളല്ലേ. അത് ഈ പണ്ടുള്ള ഈ മാടമ്പി ആൾക്കാരൊക്കെ പണ്ടിങ്ങനെ ചീട്ട് കളിക്കുമ്പോ ഇരുന്ന് പറയും, എന്റെ പറമ്പിൽ പശുവിനെ കെട്ടിയിട്ട് എന്റെ ഗുലാനെ വെട്ടുന്നോളാൻ ചോദിച്ച ഒരു അല്പത്തരമാണ് ഇവർ പറയുന്നത്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇങ്ങനൊന്നും അല്ല രാഷ്ട്രീയം പറയേണ്ടതും, സാമൂഹിക കാര്യങ്ങളും പൊതുകാര്യങ്ങളും പറയേണ്ടത് അങ്ങനൊന്നും അല്ല. അതാണ് അവരോട് പറയാനുള്ളത്. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് വിചാരിച്ചത് എല്ലാം കൂടെ 3-4 ദിവസം കൊണ്ടെല്ലാം മടക്കി കെട്ടി ഇറാനെ പൂട്ടിക്കെട്ടി പോകാമെന്നാണ് വിചാരിച്ചത്. ട്രംപ് അങ്ങനെ പിടിച്ചൊരു പുലിവാലാണിത്. ട്രംപിനെ സംബന്ധിച്ച് എന്താണ്, അവരാണ് ലോകത്തിലെ പോലീസിന് കാണിക്കാൻ വേണ്ടി അവരാരുടെ മെക്കെട്ടും കയറും. എത്രയോ മെക്കെട്ടുകാരിൽ നടന്ന് 100 കണക്കിന് മെക്കെട്ടുകാരിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്, ചിലർ സമ്മതിക്കുന്നുമില്ല. സമ്മതിക്കാത്തതാണ് ഈ പ്രശ്നം. ഇറാനെ സമ്മതിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രമാണ് എന്ന് മാത്രമല്ല, അന്യായമാണ് കാണിക്കുന്നതെന്ന് ലോകത്തിന് മനസ്സിലാകുന്നതോട് കൂടിയിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളും ഇപ്പൊ അമേരിക്കയോട് കൂടുന്നില്ല. അവരുടെ തന്നെ സഖ്യരാഷ്ട്രങ്ങളായ ബ്രിട്ടൻ വരെ അവരെ തള്ളി പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. എന്ന് മാത്രമല്ല, ചൈന വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ചൈനയായിട്ടുള്ള കരാറുണ്ട്, ഞങ്ങളുടെ കപ്പൽ അതിലൂടെ ഓടിക്കും എന്ന് പറഞ്ഞ് ചൈനയുടെ ചെങ്കൊടി പാറിയ കപ്പൽ കടലിൽ കൂടെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ നോക്കിയിരിക്കുകയല്ലേ ചെയ്യുന്നേ. നാണം കെട്ടില്ല ട്രംപ്. നാണം കെട്ടുന്ന ട്രംപ് മാത്രമല്ല നാണം കെട്ടത്, ട്രംപിനെ പിന്താങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും നാണം കെട്ടു. അതിനകത്ത് നമ്മുടെ രാജ്യത്തെ നേതാവുണ്ട്, നമ്മുടെ രാജ്യം ഭരിക്കുന്നവരും അവരെ പിന്താങ്ങുന്നവരും ഉണ്ട്. അവരും നാണം കെട്ടിരിക്കുക. അതുകൊണ്ടാണ് അവർക്ക് ഈ രോഷം. ഇന്ന് വിളിച്ച അവരെ താങ്ങുന്നവരല്ല ഇന്ന് രോഷത്തോടെയാണ് സംസാരിച്ചത്. അവർക്ക് ഈ രോഷം വരാനുള്ള കാര്യം ഇതാണ്, നാണം കെട്ടു. അതുകൊണ്ട് ട്രംപ് എത്രയും വേഗം പടം മടക്കി വീട്ടിയിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവർ ഇതിൽ നാണം കെടും. ഇറാനോട് ഇനി ഇത് ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും
പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ കേരളത്തിലടക്കം നേരിടേണ്ടി വരികയാണ്. നമ്മുടെ അടുക്കളയിലേക്കടക്കം അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്യാസിൻ്റെ ക്ഷാമമായാലും എന്തിന് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ സ്ഥിരമായി വോട്ട് ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ഗൾഫിലെ പ്രവാസികൾ പലർക്കും വോട്ട് ചെയ്യാൻ പോലും വരാൻ കഴിയാത്ത അവസ്ഥ. ഈ അവധിക്കാലമാണ്. ഈ അവധിക്കാലത്ത് നാട്ടിൽ വരാൻ കാത്തിരുന്ന പലർക്കും നാട്ടിൽ വരാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ പല തരത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ നമുക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള അല്ലെങ്കിൽ ആ പ്രത്യാഘാതത്തിനെതിരെയും മാത്രമല്ല ട്രംപിനെ പോലൊരു ഭരണാധികാരി അല്ലെങ്കിൽ നെതന്യാഹുവിനെ പോലെ ഒരു ഭരണാധികാരി എടുക്കുന്ന നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്. പക്ഷേ ചിലരെങ്കിലും മറിച്ച് അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയവും അവരവരുടേതായ ലോക കാഴ്ചപ്പാടും വീക്ഷണങ്ങളും ഒക്കെയുണ്ട്. അതനുസരിച്ചാവും ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്നത്. എല്ലാ അഭിപ്രായത്തിനും ഉള്ള വേദി തന്നെയാണ് പൊതുവേദി എന്നത് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയല്ല വസ്തുവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരോട് ഉടക്കി സംസാരിക്കേണ്ടി വരും. അതിന് അല്ലാതെ അത് പറഞ്ഞ് എസ് മൂളി തിരിച്ചു മടങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.